അപ്പൊ ഇവിടെ അവധി വന്ന ഹർത്താൽ ബന്ധം അങ്ങനെയുള്ള സമയങ്ങൾ വന്നിട്ടുണ്ട്? ഇവിടെ അങ്ങനെ ബന്ധമൊന്നുമില്ല ഭായി, വന്നിട്ടില്ല. ഇല്ല. എപ്പോഴെങ്കിലും ഈ രാജ് ഠാക്കറെ പ്രോബ്ലം വന്നപ്പോൾ മാത്രം ഒരു ദിവസം ബന്ധായി, അത്രേ ഉള്ളൂ. അപ്പൊ കട തുറന്നില്ല? കട തുറന്നു, അന്ന് കട തുറന്നു. ഇപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയാവാനുള്ള ബന്ധു ഹർത്താലുണ്ടെങ്കിലും പണിയെടുക്കും. ഉമ്മൻചാണ്ടി അദ്ദേഹം 4 മണി ലീവ് എടുക്കത്തില്ല, ഞാൻ എപ്പോഴും ജോലി എടുക്കും. സ്വന്തം കമ്പനിയാണല്ലോ. അപ്പോൾ ഇതൊന്ന് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടോ? ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കാശ് ഒരുപാട് വേണം, അത് ആളെ വെക്കണം. പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ കൂടെ ആദ്യം 10-15 പേര് ജോലി എടുത്ത ആൾക്കാരാണ്. ജോലി ചെയ്തിട്ടുണ്ട്, കമ്പനി ഉണ്ടായിരുന്നു. അത് ഭയങ്കര ടെൻഷൻ പിടിച്ച പണിയാണ്. ഇതാകുമ്പോൾ വൈകുന്നേരം നമ്മൾ നമ്മുടെ കാശും കിട്ടി വീട്ടിൽ പോകും. അപ്പൊ മടിയന്മാരായ മലയാളികളോട് എന്താണ് പറയാനുള്ളത്? മടി തന്നെ ഉണ്ടാവും, അല്ല വേറെ ഒന്നും ഉണ്ടാവത്തില്ല. ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കണം അല്ലേ? അധ്വാനിക്കാതെ ബോംബെയിൽ ജീവിതം ഒന്നും തന്നെ ഇല്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞതില്ല. ഇനിയിപ്പോ ബോംബെ മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പൊ ഡൽഹിയിലേക്ക് പോകണം തോന്നാ പോകും? ഇല്ല, ഇവിടെ തന്നെയാ. ഇതാണ്. അതെ. ഇപ്പൊ മക്കളെല്ലാം വലുതായി കഴിഞ്ഞാല് ഇപ്പൊ അവരെ നമ്മൾ സെറ്റിൽ ചെയ്ത് നാട്ടിൽ ലാസ്റ്റ് നമ്മൾ വയസ്സായ സമയത്ത് പോകാനുള്ള പരിപാടിയാണ്. പെട്ടെന്ന് തന്നെ ആവത്തില്ല, പെട്ടെന്നൊന്നും വയസ്സാവില്ല. അല്ലല്ലോ, അവരെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് പോകും. പാലക്കാട് തന്നെ തിരിച്ചു പോകും. ഈ മങ്കര സ്ഥലത്ത് തന്നെ പോകും. മങ്കര എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ. അതെ. അപ്പൊ മങ്കര ടച്ച് ചെയ്യാണ്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ നിന്ന്, അതായത് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ട്രെയിനിലാണോ? ട്രെയിനിലാണ്. ഓർഡിനറി കമ്പാർട്ട്മെന്റിലാണ് വന്നിരുന്നത്. ഒരു ധൈര്യത്തിന് ഇങ്ങോട്ട് കയറി പോകുന്നു. അതെ. അത് ചെറിയ ചുണ്ടായിരുന്നു, പറഞ്ഞില്ലേ, ചെറിയ ചുണ്ടായിരുന്നു. ഇപ്പോ അതായത് മനസ്സിൽ ഉള്ള ഒരു ആഗ്രഹം എങ്ങനെയാണ്? അതായത് ബോംബെ അല്ലെങ്കിൽ ഈ നാടിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്, സ്വന്തം ഇതല്ല. ഈ ബോംബെ എങ്ങനെ ആകണമെന്നാണ് താങ്കളുടെ മനസ്സിൽ? ബോംബെ നല്ല പോലെ ആവും. ബോംബെയിൽ ഒരു കുഴപ്പം തന്നെ ഇല്ല. പക്ഷേ ഇവിടെ അതായത് ദേശീയവാദ മറ്റേ ഭാഷ അതെല്ലാം ചുമ്മാതാ. ഇവിടെ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ മാധ്യമങ്ങൾ കൂടുതൽ. ഞാൻ മഹാരാഷ്ട്ര നിർമ്മാസേനയുടെ മെമ്പറാണ്. മഹാരാഷ്ട്ര നിർമ്മാസേന, അതിന്റെ നിർമ്മാണ സേനയുടെ മെമ്പറാണ്. അപ്പൊ താങ്കൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ഹിന്ദി വേണോ മലയാളം വേണോ എന്നാണോ? ഇവിടെ ഹിന്ദി മലയാളം പറ്റത്തില്ലല്ലോ, മറാഠി തന്നെ പറ്റൂ. മറാഠി അത് 100% അതേ വരൂ, ഹിന്ദി വരത്തില്ല. ജീവിതത്തിൽ ഇത്രയും കാലം ഈ തൊഴിലിൽ ഏർപ്പെട്ട സമയത്ത് ആരെങ്കിലും ചതിച്ചോ, വേദനിപ്പിക്കുന്ന രീതിയിൽ? അങ്ങനെ ചതിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ റിലേഷനുണ്ട്, നമ്മുടെ അളിയനുണ്ട്, അങ്ങേര് നമ്മൾ ഒരുപാട് പാറ വെച്ചിട്ടുണ്ട്. അതെ. അപ്പൊ അന്ന് വിഷമിച്ചു കഴിഞ്ഞപ്പോ ആരോടാ പ്രാർത്ഥിച്ചു? സായിബാബയാണ്. സായിയിലേക്ക് ചെന്നെത്തിയത് എങ്ങനെയാണ്? ആര് മാർഗമാണ്? നിങ്ങളെ മാതിരിയുള്ള ഒരു ഗുരു തന്നെ പറഞ്ഞു തന്നത്. ഇന്നമാതിരി സായിബാബയെ പ്രാർത്ഥിക്കും, നിങ്ങളുടെ എല്ലാം ക്ലിയർ ആവും. അങ്ങനെ ക്ലിയർ. അതെ. പാട്ട് കേൾക്കാറുണ്ടോ? പാട്ട് നമ്മൾ നസീറിന്റെ പാട്ടൊക്കെ പിടിക്കും. അതൊക്കെ കഴിഞ്ഞ് കുറെ പേര് വന്നിട്ടുണ്ട്, മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞു. മമ്മൂട്ടി മോഹൻലാൽ ഒന്നും സിനിമ കാണാനുള്ള സമയമില്ല, ഞാൻ കാണത്തില്ല. അല്ല, വീട്ടിലെ ടി വി ഉണ്ടല്ലോ. അല്ല, ഇടയ്ക്കെങ്കിലും തെറ്റിങ്ങനെ കണ്ടിങ്ങനെ കാണാറുണ്ട്. ഇല്ല, ഇപ്പോഴും മോഹൻലാലിന് മമ്മൂട്ടി എത്ര ഇഷ്ടമാണ്. എന്റെ പ്രോഗ്രാം കാണും, ഞാൻ ഇടയ്ക്ക് കാണും നിങ്ങളെ. അല്ല, സൺഡേയില് മൺഡേ ഒക്കെ ഏഷ്യാനെറ്റിലൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കാണാറുണ്ട്. പിള്ളേര് സമ്മതിക്കത്തില്ല കാണാതെ. അല്ല, അവർക്ക് ഹിന്ദി പ്രോഗ്രാം അവർ ഹിന്ദി പ്രോഗ്രാം, നമ്മൾ മലയാളം സിനിമ കാണും, മോഹൻലാലിന്റെ പിക്ചറൊക്കെ കാണാറുണ്ട്. അപ്പൊ ഓർമ്മയിൽ എപ്പോഴും ഒരാളുടെ മനസ്സിൽ തങ്ങളുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല സമയത്തിന്റെ ഓർമ്മ എന്ന് പറഞ്ഞ ഒരു ഗാനമായിരിക്കും, ഒരു പാട്ടായിരിക്കും. അങ്ങനെ പാടാനല്ല പറയുന്നത്, അങ്ങനെയുള്ള ഒരു പാട്ട് ഏതെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ? നസീറിന്റെ പാട്ടൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. ഏത് പാട്ടാണത്? ഏതെങ്കിലും ഒരെണ്ണം ഓർക്കുന്നത്? കാരണം എപ്പോഴും കുട്ടിക്കാലം അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ എന്ന് പറയുമ്പോൾ ഒരു പാട്ടായിരിക്കും. കാമുകി ഉണ്ടായിരുന്നു? നമ്മൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. സൗകര്യമൊന്നും വേണ്ടല്ലോ, ഒരു കാമുകി പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, അപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് ഓർക്കുന്നത്? നമ്മൾ ഈ നായകന്റെ പാട്ടുകൾ ഓർമ്മിക്കും ചിലപ്പോ. നായകൻ എന്ന് പറഞ്ഞാൽ തമിഴിൽ നായകനുണ്ട്, കമലഹാസൻ. ആ പാട്ടൊക്കെ ചിലപ്പോൾ കമലഹാസൻ നായകൻ എന്ന് പറയുമ്പോൾ ബോംബെയിൽ അവനെ വെടിവെച്ച് വീഴ്ത്തി ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ. അതേമാതിരി തന്നെ നമ്മളുടെയും ജീവിതം ഉണ്ടായിരുന്നത്. അത് ബോംബെ നഗരത്തിനെ കുറിച്ചും ബോംബെയിലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന ആളെ കണ്ടിട്ടുണ്ട്. അയാളെ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ പേരെന്തായിരുന്നു? അയാളുടെ പേര് നായകരാണെന്ന് വിളിക്കുന്നത്. പുള്ളിയുടെ കഥയാണ് നായകൻ. വേലുപ്പിള്ളി നായകൻ. സായി ഗുരുവാന്ന് പറഞ്ഞു. അപ്പൊ സായിയുടെ പുട്ടുപുറത്തി പോയിട്ടുണ്ട്. എങ്ങനെ ഒരുമിച്ചാണോ? ഫാമിലിയായിട്ടാ പോവുക. ഞങ്ങൾ എല്ലാ വർഷം പോവും. അവിടെ പോകാറുണ്ട്? ശിരഡിയിൽ പോവും. എല്ലാ വർഷവും പോകും. അപ്പൊ എന്നിട്ട് അവിടെ താമസിക്കും. അത് എങ്ങനെയാണ്? പുട്ടുപുറത്തിയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ കനകരാജിന്റെ നാവിലൂടെ എന്താണ് പുട്ടുപുറത്തിയെ കുറിച്ച്? നമ്മള് ബുദ്ധിമുട്ടുള്ള സമയത്ത് മനസ്സിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് നമ്മുടെ എല്ലാ കാര്യ ആഗ്രഹം ക്ലിയർ ആവുന്നുണ്ട്.
സുഹൃത്തിനെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞു. അടുത്ത സുഹൃത്ത് ആരാ? സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവരിങ്ങനെ മരുള്ള അല്ല, ഫ്രണ്ട്സുമാർ അങ്ങനൊന്നുമില്ല, വേറെ കൂട്ടുകെട്ട് അങ്ങനെ കൂട്ടുകെട്ടൊന്നുമില്ല. അപ്പൊ കുട്ടികൾ അങ്ങനെ അതുപോലെ തന്നെയാണോ? ഫ്രണ്ട്സ് കുട്ടികൾ അങ്ങനെ അല്ല അങ്ങനെ അവർ ഫ്രണ്ട്സ്മാരുണ്ടാവും, അതങ്ങനെ ചീത്തപ്പേര് കേട്ട് നടക്കുന്ന പിള്ളേരൊന്നല്ല നമ്മൾ പറയുന്ന കാര്യം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു നിമിഷം ഏതാണ്? ഒരുപാട് ദുഃഖങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇനി സന്തോഷത്തെ കുറിച്ച് സംസാരിക്കാം. മക്കളെ കൂടെ ഇരുത്തുക, കൂടെ ഇരുത്തില്ലേ, നമ്മളെ കൂടെ ഇരുന്ന് കഴിയുന്നത് അതന്നെ സന്തോഷം. അത് സന്തോഷമാണ്. വേറെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പല സന്തോഷം പറയാൻ പറ്റാം. മക്കളെ നമ്മൾ ഭാര്യയും മക്കളെ കൂടെ ഇരിക്കുന്നത് ചിരിച്ചു കളിച്ചിരിക്കുന്നത് തന്നെ സന്തോഷം, അത്ര സന്തോഷം. അപ്പൊ ഭാര്യക്കും ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന നിമിഷം കനകരാജ് അടുത്തുള്ള സമയത്താണ്. അതെ 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 ആണ്. ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? സാമ്പാർ, ചോറ്, അത് തന്നെയാണ്. അതെ അതെ. ബോംബെ ഭക്ഷണത്തിൽ താല്പര്യം അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഈ ചൈനീസ് അത് ഇത് പിള്ളേരൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെളിയിൽ പോയി കഴിക്കത്രേ ഉള്ളൂ. ഒരുമിച്ച് വീട്ടിലത് നമ്മുടെ നാടൻ ശാപ്പാട് തന്നെയാണ്. അവിയൽ, കൂട്ടുകറി, അത് മോര്, തൈര് എന്ന് പറഞ്ഞ മാതിരല്ല, വേറെ ഒന്നുമില്ല. അപ്പൊ ഇവിടെ നിന്നിട്ട് കേരളത്തിൽ നോക്കുമ്പോ എന്താണ് പറയാനുള്ളത്? കേരളം ഒരുപാട് പിന്നിലാണ്. തൊഴിലില്ലായ്മയാണ് കൂടുതൽ. പിന്നെ നമ്മളിപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേരെ, ചെറിയ പിള്ളേരെ, ഒരു 10-12 വയസ്സായ പിള്ളേരെ ഫുൾ ഫിറ്റായിട്ടാണ് നടക്കുന്നത്. അതെ. അല്ല, ഞാൻ അവിടുത്തെ കുഴപ്പങ്ങളെല്ലാം ചോദിച്ചത് അവിടുത്തെ ഒരു നന്മ എന്താണുള്ളതെന്നാണ് ചോദിച്ചത് കേരളത്തിനെ കുറിച്ച്. അത്ര പറയാൻ പറ്റത്തില്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നാണ് കനകരാജിന് പറയുന്നത്. അപ്പൊ എന്തും കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായിട്ട് തന്നെ ഇരിക്കട്ടെ, അല്ല ആ പേരില്ലെങ്കിലും ഇരിക്കട്ടെ. അപ്പൊ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പേര് പോലെ തന്നെ കനകരാജ്, കനകം വിളയിക്കുന്ന ഒരു രാജാവായി മാറട്ടെ ഭാവിയിലും. അതിന് മക്കളും കൂട്ടായി മാറട്ടെ. കാരണം മക്കളാണ് നമ്മുടെ ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ശക്തി. ഒരു കുടുംബം എന്ന സംഭവം പൂർണ്ണമാവണമെങ്കിൽ മക്കളുണ്ടാവണം. അപ്പൊ അതിനുള്ള ഭാഗ്യം ചെയ്യുന്നുണ്ട് 2 ആൺകുട്ടികൾ. അപ്പൊ അവരും ഈ കനകരാജിന്റെ ഇടം കൈയും വലം കൈയായി മാറട്ടെ, എല്ലാ ശക്തിയായി ഭാര്യയും മാറട്ടെ, സായിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് നന്ദിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകരുണ്ട് കേരള വിഷൻ്റെ, അവരോടും 2 വാക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ പറയാം. ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്ക് എൻ്റെ കുടുംബത്തിൻ്റെയും നമസ്കാരം. ഈ എപ്പിസോഡിലെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മനുഷ്യരുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു സംഭവമാണ് ഈ മാധ്യമം എന്ന് പറയുന്നത്. അതിലേറ്റവും അടുത്ത് ഇടപഴകുന്ന ഒന്നാണ് പത്രം. പക്ഷേ ദിനപത്രങ്ങളില്ലാത്തൊരു സംസ്ഥാനം ഇന്ത്യയിലുണ്ട്. അത് ഏതാണ് ആ സംസ്ഥാനം? ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ദിനപത്രങ്ങളില്ലാത്ത ഏക സംസ്ഥാനം ഇന്ത്യയിൽ ഏതാണ്? നിങ്ങളുടെ ശരിയായ ഉത്തരം ഈ പറയുന്ന ഫോൺ നമ്പറിൽ 1 മണിക്കൂറിനുള്ളിൽ വിളിച്ചറിയിക്കുക. 231-7782 or 231-7783.